ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീ മാത്സ്. ഈ വിവിധ മത്സര പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് HCF, LCM അങ്ങനെ ഘടകങ്ങൾ, ഗുണിതങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഒരു വിശദമായ ഒരു ക്ലാസ് എല്ലാവർക്കും സംശയം വരുന്നതാണ് എപ്പോഴും. അതെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. LCM, HCF. LCM എന്ന് പറഞ്ഞാൽ ലസാഗു, HCF എന്ന് പറഞ്ഞാൽ ഉസാഖ. അതായത് ആദ്യം നമുക്ക് ഈ ഫാക്ടേഴ്സ് എന്തുവാണ്, ഫാക്ടേഴ്സ് എന്താണ്, മൾട്ടിപ്പിൾസ് എന്താണെന്ന് നോക്കാം. എപ്പോഴും എല്ലാവർക്കും സംശയം വരുന്നതാണ്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ, മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഗുണിതങ്ങൾ. ഇനി 10ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1, 2, 5, 10 ആ സംഖ്യ. അതായത് ഇതിൻ്റെ എല്ലാം ടേബിളിൽ ചെല്ലുമ്പോൾ നമുക്ക് 10 കിട്ടും. പിന്നെ 36ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1, 2, ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി, 6, 3, 9. 3ൻ്റെ വരും, 3ൻ്റെ ഘടകം, 3 ഇതിൻ്റെ ഘടകമായിട്ട് വരും. 9 കൂട്ടി നോക്കും, 3, 6, 6, 36, 9, 9, 4, 36, 9, 4 വരും ഇവിടെ, 4, 6, 9, 12, 18, 36. ഈ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ വരുന്ന ഘടകവും കൂടി ഇവിടെ വരും. വേറൊരെണ്ണം നോക്കാമല്ലോ. 25, 1, 5, 25, 1, 5, 25. ഇനി 6ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? 1, 2, 3, 6 ഘടകങ്ങൾ. ഇതൊക്കെയാണ് ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗുണിതങ്ങളല്ലേ, മൾട്ടിപ്പിൾസ് നോക്കാമല്ലോ. 10ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെ? 10 ഗുണം 1, 10 ഗുണം 2, 10 ഗുണം 3 അങ്ങനെ അങ്ങോട്ട് പോകും. അതായത് 10, 20, 30, 40 എക്സെട്ര. അതാണ് 10ൻ്റെ ഗുണിതങ്ങൾ. 8ൻ്റെ ഗുണിതങ്ങൾ നോക്കിയാൽ 2, 8, 2, 16, 3, 24, 4, 32 ഇങ്ങനെ അങ്ങോട്ട് പോകും. 1 വെച്ച് ഗുണിച്ചെഴുതി, 2 വെച്ച്, 3 വെച്ച്, 4 വെച്ച് അങ്ങനെ. അതാണ് ഗുണിതങ്ങൾ, മൾട്ടിപ്പിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 12ൻ്റെ ഗുണിതങ്ങളാണ് 12, 12, 12, 24, 12, 36, 12, 4, 48 ഇങ്ങനെ അങ്ങോട്ട് പോകും. അതായത് ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, മൾട്ടിപ്പിൾസ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് രണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് HCF, LCMവും നല്ലതുപോലെ മനസ്സിലാവുള്ളൂ. അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി കുറച്ച് കണക്കിൻ്റെ LCM ചെയ്ത് നോക്കാമല്ലോ. 12, 24, 36 നോക്കാമല്ലോ. 2, 6, 12, 18. ഇനി 2 വെച്ച് പറ്റും. 2, 3, 6, 9. ഇനി 3 വെച്ച് പറ്റും. 1, 2, 3. എത്ര വരും? 2 ഗുണം 2 ഗുണം 3 ഗുണം 2 ഗുണം 3. അതായത് 2 എത്ര തവണയുണ്ട്? 3 തവണ. 8, 8 ഗുണം 9. ഇതിൻ്റെ LCM എത്ര വരും? 72. എത്ര LCM വരിക? 72. വേറൊരെണ്ണം കാണാമല്ലോ. 25, 50, 75. 5 വെച്ച്, 2 വെച്ചും, 2 വെച്ച് ഏതെങ്കിലും 2 എണ്ണത്തിനെങ്കിലും പറ്റണം. അതുകൊണ്ട് നമുക്ക് 5 വെച്ചെടുക്കാം. 5, 10, 15, 5, 75. 5, 1, 2, 3. അതായത് LCM എന്ത് വരും? LCM 5 ഗുണം 5 ഗുണം 2 ഗുണം 3. അതായത്
150. LCM 150. ഇതെല്ലാം കൂടെ ഗുണിക്കണം. അതാണ് LCM. ഒരെണ്ണം കൂടെ നോക്കാമല്ലോ. 28, 14, 32. 2 വെച്ചു 2, 14, 7, 16. 2, 7, 7, 8. ഏതെങ്കിലും രണ്ടിന് പറ്റണമെന്നേ ഉള്ളൂ. പറ്റാത്ത അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. 7, 1, 1, 8. അതായത് ഇതിൻ്റെ LCM എന്ത് വരും? ഇതെല്ലാം കൂടെ ഗുണിക്കണം. 2 ഗുണം 2 ഗുണം 7 ഗുണം 1 ഗുണം 1 ഗുണം 8. അതായത് 4 224. ഇനി നമുക്ക് HCF നോക്കാമല്ലോ. LCM അങ്ങനെയാണ്. അതിലെല്ലാ ഫാക്ടേഴ്സും കൊടുക്കും. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ആറ് 18 24. ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു എളുപ്പ വഴിയുണ്ട് HCF കാണാൻ. അതായത് ഇതിന് ഈ 6നെ നമുക്ക് 6 × 1 എന്ന് എഴുതാം. ഇതിനെ 6 × 3 എന്ന് എഴുതാം. ഇതിനെ 6 × 4 എന്ന് എഴുതാം. ഇതിന് 6ൻ്റെ ഗുണിതങ്ങളാണ്. എല്ലാം 3 എണ്ണവും ഗുണിതങ്ങളാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇതിൽ 6 6 6. ഇവിടുത്തെ HCF എത്രയാണ്? എല്ലാത്തിലും വന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഗുണിതങ്ങളായിട്ട് വന്നാൽ ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും HCF. അതൊരു ഷോർട്ട് കട്ടാണ്. HCF സമം 6. നമുക്ക് 6, 18, 24. 6 വെച്ച് എല്ലാത്തിനെയും പറ്റുന്നതുകൊണ്ട് 6, 3, 4. അപ്പോൾ 6 തന്നെ വരും ഉത്തരം. പിന്നെ ഒരുപോലുള്ള ഘടകങ്ങളില്ലാത്തതുകൊണ്ട് ഇത് തന്നെ വരും ഉത്തരം. HCF 6. വേറൊരു സംഖ്യ നോക്കാമല്ലോ. 5, 50, 75. 5 വെച്ച് പറ്റും. 5, 5, 10, 15. 5, 1, 2, 3. ഇനി കോമൺ ഫാക്ടർ ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ HCF എന്ന് പറഞ്ഞാൽ 5 ഗുണം 5. എല്ലാത്തിലും ഘടകങ്ങളാണോ നോക്കിയിട്ട് നമുക്കിങ്ങനെ ഇവിടെ എഴുതാൻ പറ്റും. HCF LCM പോലെയല്ല. എല്ലാത്തിലും ഒരുപോലെ വരണം. ഏതെങ്കിലും 2ൽ മാത്രം വന്നാൽ പോരാ. അതായത് 25. അതായത് ഇതിങ്ങനെ ഘടകങ്ങളായിട്ടാണ് വരുന്നതെങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും HCF. അതൊരു ഷോർട്ട് കട്ടാണ്. 25 1 25, 25 2 50, 25 3 75. അതാണെങ്കിൽ അതായത് ഇതിനെ 25 × 1 എന്ന് എഴുതാം. ഇതിനെ 25 × 2 എന്ന് എഴുതാം. ഇതിനെ 25 × 3 എന്ന് എഴുതാം. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഹയസ്റ്റ് നമ്പർ ഏതാണ്? 25 HCF. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് പഠിച്ചാൽ ടെസ്റ്റിന് വിവിധ മത്സര പരീക്ഷകൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം മതി എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.